കാരൻ പറഞ്ഞു, സലഫി ആശയത്തിൽ പെട്ടുപോയ രണ്ടാളുകള് ചെറുപ്പക്കാരനെ ഇരുത്തിയിട്ട് ഞങ്ങൾ കുറച്ച് സംശയം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അയാൾ സംശയം ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളതിനാ കൂടുതൽ ബഹുമാനിക്കുന്നത്? നമ്മളെ പോലത്തെ ഒരു മനുഷ്യനല്ലേ? ഇത് ഈ സാധാരണക്കാരന്റെ മനസ്സിൽ കുത്തിവെച്ചതാരാ? സലഫി മൗലവിമാരാ. ഓ സുഹൃത്തുക്കളെ, ഇന്നീ ലസ്തു മിഥിലക്കും, നബി തങ്ങൾ പറയുന്നു, നിശ്ചയമായും ഞാൻ നിങ്ങളെ പോലെ അല്ല. ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്ന പരിപാടിയാണ് നബി തങ്ങളോടുള്ള ഇസ്തിഗാസ. നബി തങ്ങളെ വിളിച്ച് സഹായം തേടൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനം കാണിക്കുന്ന പരിപാടിയാണെന്ന് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്ദുററുൽ കാമിന എന്ന കിതാബിലും മറ്റൊരുപാട് പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. എനിക്ക് നല്ല ബഹുമാനമുള്ള എന്റെ ബാപ്പ, ആ ബാപ്പയോട് പോയിട്ട് ഞാൻ പറയുന്നു, ബാപ്പ എനിക്ക് വളരെ വിഷമുണ്ട്, അതുകൊണ്ട് ബാപ്പ എനിക്കൊരു ഷർട്ട് വാങ്ങി തരണം. പറയുമ്പോ എനിക്കൊരു അഭിമാനക്കുറവുണ്ടാവില്ല. എന്റെ ബാപ്പാനോട് ഞാൻ പറയും, ഒരഭിമാനക്കുറവുണ്ടാവില്ല. ഇതേപോലെ ഒരു ശിഷ്യൻ വളരെ ബഹുമാനിക്കുന്നു. ഉദാഹരണത്തിന് ഞാൻ മഹാനായ ശില്പന കാന്തപുര ഉസ്താദിനോട് പറയാം, ഉസ്താദെ എന്നൊരു വിഷയത്തെ സഹായിക്കണേ. അതിന് എനിക്കൊരു വിഷമം ഉണ്ടാവില്ല. എന്റെ ഉസ്താദിനുള്ള ഞാൻ പറയും, എനിക്കതിൽ അഭിമാനം ഉണ്ടാവും. നേരെ മറിച്ച് ഞാൻ മനസ്സുകൊണ്ട് ബഹുമാനിക്കാത്ത ഒരാൾ, ഒരു പുത്തൻവാദി, ഒരു സെലഫി, അവനോട് പോയിട്ട് എനിക്കൊരു കുപ്പായി വാങ്ങി തരണോന്ന് പറയാം, എന്നെ കിട്ടുമോ? നിങ്ങൾ ആരെങ്കിലും കിട്ടും? എന്താ? അവനോട് ബഹുമാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുപ്പായം തീരെ ഇട്ടില്ലെങ്കിൽ തിരക്കല്ല, പാട്ടിന് കിടന്നാൽ തിരക്കല്ല, അവനോട് ചോദിക്കൂല എന്നല്ലേ നമ്മള് പറയാ. കാരണം എന്താണ്? അവനോട് സ്നേഹവും ബഹുമാനവും ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹവും ബഹുമാനവും ഉണ്ടോ? എന്നാൽ ആ നബി തങ്ങളെ വിളിച്ച് സഹായം തേടും. അതല്ലേ കുല്ലി ശഫീഅൻ യൗമ ലദു ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ സവാദ് ബിൻ ഖാരിബി. സഹാബിയായ സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറയുന്നു, നബിയേ എനിക്ക് റെക്കമെൻഡ് ചെയ്ത് രക്ഷപ്പെടുത്തണേ. അത് തന്നെയല്ലേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ വഫാത്തായി കിടക്കുന്ന സമയത്ത് മഹാനവറുകൾ ഓടി വന്നു. നബി തങ്ങളെ മുഖത്ത് നിന്ന് തുണിയൊന്നെടുത്ത് നീക്കി മുഖത്തൊന്ന് ചുംബിച്ച് വിങ്ങിപ്പൊട്ടി കരയുന്നു. ആ സമയത്ത് നബി തങ്ങളോട് പറയുന്നു, ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ബാപ്പയും ഉമ്മയും ഒക്കെ അങ്ങേക്ക് സമർപ്പിക്കും നബിയെ. എനിക്ക് എന്റെ ബാപ്പയെക്കാളും ഉമ്മയെക്കാളെല്ലാം ഏറ്റവും ബന്ധപ്പെട്ടത് തങ്ങളാണ് നബിയെ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ഖുർആനല്ലേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ പറയുന്നു, അൽമൽ മൗതത്തുല്ലതി കുതിബത് അലൈക ഫഖദ് മുത്തഹാ. അല്ലാഹു തങ്ങൾക്ക് കണക്കാക്കിയ മൗത്ത് തങ്ങളുടെ മൗത്തായി കഴിഞ്ഞു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവിതകാലത്ത് സംസാരിക്കും പോലെ തന്നെ വിളിച്ച് സംസാരിക്കുകയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അതേ സമയത്ത് പുത്തൻവാദി പറയുന്നു, വഫാത്തായതിനു ശേഷം വിളിച്ചൂടാ, പറഞ്ഞൂടാ. അങ്ങനെയാണോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്? ഇനി നിങ്ങൾ നോക്കൂ, ആ ഹദീസിന്റെ ബാക്കി ഭാഗം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിവരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയും കൂടി കാണാം, ഉദ്കുറുനാ ഇൻദ റബ്ബിക, തങ്ങളെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ തങ്ങൾ ഓർമ്മിക്കണേ. അതെ, തങ്ങൾ ഞങ്ങളെ കാര്യം പറയണേ. തങ്ങളെ മനസ്സിലെപ്പോഴും ഞങ്ങൾ ഓർമ്മയിലുണ്ടാകണേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ നബിയെ വിളിക്കുന്നു. അതാ പറയുന്നു, വഫാത്തായവരെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സലഫി ഇവിടെ പ്രസംഗിച്ച് നടക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ തുടക്കത്തിൽ
തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇസ്രാ മിറാജിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചില്ലേ? ആ മിറാജിന്റെ രാത്രിയിൽ, ഇസ്രായിന്റെ രാത്രിയിൽ നബി തങ്ങൾ മിറാജിന് വേണ്ടി ആകാശ ലോകത്തേക്ക് പോയപ്പോൾ നമ്മൾ ചില വാചകങ്ങൾ പറയുമ്പോ ചില സൂക്ഷ്മത പുലർത്തുക. ചിലപ്പോ വിവരമില്ലാത്തവന് മനസ്സിലാവില്ല, അത് സൂക്ഷ്മതക്ക് പറഞ്ഞാന്ന് മനസ്സിലാവില്ല. ഇപ്പൊ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു മിഹ്റാജിന്റെ രാത്രിയിൽ, പിന്നെ ഞാൻ പറഞ്ഞു ഇസ്രായിന്റെ രാത്രിയിൽ. എന്തിനങ്ങനെ പറഞ്ഞു? അതിനൊരു ഉദ്ദേശമുണ്ട്. ഇസ്രായേൽ നടക്കുന്നത് ഭൂമിയിലാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മക്കത്ത് നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. മിഹ്റാജിന്റെ തുടക്കം ഭൂമിയിലാണ്, എത്തിച്ചേരുന്നത് ആകാശത്താണ്. ആകാശത്തിന്റെ അപ്പുറത്തുമാണ്. അവിടെ രാത്രിയും പകലും ഇല്ല. രാത്രിയും പകലുണ്ടാകുന്ന ഈ ലോകത്താ, അതിന്റെ അപ്പുറത്ത് രാത്രിയും പകല. അതുകൊണ്ടാണ് മിഹ്റാജിനെ പറയുമ്പോ അവിടെ രാത്രി എന്ന് പറയണം എന്നില്ല, അല്ലെങ്കിൽ പറയാൻ ചില സ്ഥലം രാത്രി പകൽ എന്ന് പറയാൻ പറ്റാത്ത സ്ഥലമാണ്. അവിടെയാണ് ഞാൻ അവിടെ മാറ്റി പറഞ്ഞത്. എന്ത് മിഹ്റാജിന്റെ രാത്രി ആദ്യം പറഞ്ഞപ്പോ ഇസ്രായേലിന്റെ രാത്രി അത് അതിനാ. പക്ഷെ അതിനാ പറഞ്ഞത് തിരിയാത്തൊരുത്തനാണെങ്കിലോ ഇയാൾ എന്തിനാ മാറ്റി പറഞ്ഞു? ഇത് സൂക്ഷ്മതക്കാണ് പറഞ്ഞതെന്ന് അവന് മനസ്സിലാവില്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നബിതങ്ങൾ അങ്ങനെ ആകാശ ലോകത്തേക്ക് പോയപ്പോ ഒന്നാം ആകാശത്തിൽ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം നബിതങ്ങളെ സലാം പറയാൻ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയെ ഇത് ഉപ്പാപ്പ ആദം നബിയാണ്, സലാം പറയൂ. നബിതങ്ങൾ സലാം പറയുന്നു. അതേ ആദം നബി അലൈഹിസ്സലാം ആശംസ അർപ്പിക്കുന്നു. മർഹബൻ ബിൻ നബി സ്വാലിഹി മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹി വൻ നബി സ്വാലിഹ് എന്ന് പറഞ്ഞ് മർഹബ പറയുന്നു, സ്വാഗതം പറയുന്നു. അവിടുന്ന് മേൽപോട്ട് പല ആകാശങ്ങളിലും ചെന്നപ്പോ അവിടെയെല്ലാം അമ്പിയാക്കളിൽ പലരെയും കാണുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആകാശത്ത് കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, എന്തൊരു ഭംഗിയാണ്. മൊത്തം ഭംഗിയുടെ പകുതി യൂസുഫ് നബിക്ക് കൊടുത്തതാണ് കാണുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, കേവലം ആത്മാവാണോ കണ്ടത്? അങ്ങനെയാണ് ഈ ഭംഗി കാണാൻ കഴിയോ? അപ്പൊ ശരീരത്തോടുകൂടെ തന്നെയുള്ള വരവല്ലേ അമ്പിയാക്കൾ വന്നത്? അത് ആകാശ ലോകത്തല്ലേ? അവരെ മറവ് ചെയ്തത് ഭൂമിയിലല്ലേ? അവരാകാശത്തിലെത്തിയില്ലേ? അങ്ങനെ പോയിട്ട് ആറാമത്തെ ആകാശത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കാണുന്നു. എന്നാൽ അതേ പോക്ക് പോകുന്ന സമയത്ത് നബിതങ്ങൾ മൂസാ നബിയുടെ ഖബറിന്റെ സമീപത്ത് പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് മൂസാ നബിയെ ഖബറിൽ കണ്ടിട്ടുണ്ട്. മറർതു ബി മൂസാ ലൈലത ഉസ്രിയ ബി വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ ഖബരി ഔ കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ പറഞ്ഞില്ലേ, ഖബറിൽ മൂസാ നബി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. ഖബറിൽ നിസ്കരിക്കേണ്ട മൂസാ നബി അലൈഹിസ്സലാമിനെ ആറാമത്തെ ആകാശത്തിൽ കാണുന്നു. അതെങ്ങനെ മൂസാ നബി എവിടെ എത്തിയത്? അതേത് പ്ലെയിനിലാ കയറിപ്പോയത്? ഏത് റോക്കറ്റിലാ കയറിപ്പോയത്? സുഹൃത്തെ, അള്ളാഹുവിന് അള്ളാന്റെ നബിനെ ആകാശത്തിലെത്തിക്കാൻ റോക്കറ്റ് വേണോ? എനിക്കും നിനക്കല്ലേ ഉപകരണത്തിന്റെയും വാഹനത്തിന്റെയും ആവശ്യം? അള്ളാഹുവിന് അവന്റെ ഹബീബായ മഹബൂബികളായ അമ്പിയാക്കളെ ആകാശത്തിലെത്തിക്കാൻ റോക്കറ്റ് വേണോ അള്ളാഹുവിന്? അതെ നിങ്ങൾക്കറിയില്ലേ, ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഒരൊറ്റ ദുആ കൊണ്ട്, ഒറ്റ സെക്കൻഡ് കൊണ്ട് എന്ന വലിയ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചത് അത് ലോറി കയറ്റിയിട്ടായിരുന്നു. ഖുർആൻ പഠിപ്പിക്കുന്ന സംഭവമല്ലേ? ആ മൂസാ നബി അലൈഹി സ്വലാമിനെ അവിടെ കാണുന്നു. ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കാണുന്നു. അതിന്റെയും അപ്പുറത്തൊക്കെ ഈ നബി തങ്ങൾ പോകുന്നു. ജിബ്രീൽ അലൈഹി സ്വലാമിന് പോലും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോകുന്നു. അവിടെ നിന്നെല്ലാം തിരിച്ചു വരുമ്പോൾ നമുക്ക് അതാ 50 നേരത്തെ നിസ്കാരവും വാങ്ങിയിട്ടാണ് വരുന്നത്. അത് നമുക്ക് സ്വർഗം കിട്ടാനാണ്. ആ
ആ നിസ്കാരവുമായി വരുന്ന നബിതങ്ങൾ 6ാമത്തെ ആകാശത്തിലെത്തിയപ്പോ 7ാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്. പക്ഷേ മഹാനവറുകളൊന്നും ചോദിച്ചത് കാണുന്നില്ല. അതേ സമയത്ത് 6ാം ആകാശത്തിലെത്തിയപ്പോ മൂസാ നബി അലൈഹിസ്സലാം ഇടപെടുന്നു. ഓ നബിയെ, തങ്ങളെ ഉമ്മത്തുകൾക്ക് 50 നേരത്തെ നിസ്കാരമൊന്നും താങ്ങാൻ കഴിയൂല. മൂസാ നബിയുടെ നിർദ്ദേശപ്രകാരം 9 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് നബി തങ്ങൾ പോകുന്നു. 5 നേരത്തെ നിസ്കാരം ചുരുക്കി 5 നേരത്തെ നിസ്കാരവുമായി നബി തങ്ങൾ തിരിച്ചു വരുന്നു. മൂസാ നബി അലൈഹിസ്സലാം വഫാത്തായിട്ട് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് മൂസാ നബി ഈ വിഷയത്തിൽ ഇടപെടുന്നത്, സഹായം ചെയ്യുന്നത്. വഫാത്തായി പോയ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് സഹായം ചെയ്യാൻ കഴിയില്ല എന്ന് വാദിക്കുന്ന കക്ഷികളോട് ചോദിക്കട്ടെ, നിങ്ങൾ ബുഖാരിയിലെ ഹദീസ്, സഹീഹ് മുസ്ലിമിലെ ഹദീസ്, ആ ഹദീസുകളൊന്നും നിങ്ങൾ സ്വീകരിക്കൂലേ? ഇനി ഖുർആൻ തന്നെ വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി. മൂസാ നബിയെ നബി തങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നും അതിൽ സംശയിക്കാൻ പാടില്ലെന്നും പരിശുദ്ധ ഖുർആൻ. ഈ ആയത്തിന്റെ സലഫികൾ അംഗീകരിക്കാത്തത് എന്തേ? ജമാഅത്തുകാരൻ തള്ളിക്കളയുന്നത് അവർക്ക് അമ്പിയാക്കൾക്ക് ബഹുമാനമുണ്ടെന്ന് വന്നുകൂടാ, വഫാത്തിന് ശേഷം അവർക്ക് കറാമത്തുണ്ടെന്ന് വന്നുകൂടാ. ഇനിയിപ്പോ നാളെ ഉണ്ടാവും ചിലപ്പോൾ ഒരു ക്ലിപ്പ്. വഫാത്തിന് ശേഷം അമ്പിയാക്ക് കറാമത്ത് എന്നായി ആണ് പറഞ്ഞത്. സാങ്കേതികമായി അതിന് കറാമത്ത് എന്നാ പറയാ. കാരണം മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അവരുടെ ജീവിതകാലത്ത് അവർ സത്യവാന്മാരാണെന്ന് വെല്ലുവിളി സ്വഭാവത്തോടുകൂടെ പ്രകടിപ്പിക്കുന്നതിനാണ് ഇസ്തിലാഹിയായി മുഅ്ജിസത്ത് എന്ന് പറയാം. വഫാത്തിന് ശേഷം നടക്കുന്നതിന് കറാമത്ത് എന്നാണ് സാങ്കേതികമായി പറയാം. പക്ഷെ ആ കിതാബ് ഓതിയിട്ടുണ്ടാവില്ല ഈ ചങ്ങാതി, ഓനുണ്ടാവും ക്ലിപ്പും കൊണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായി? വിവരമില്ലാത്തവൻ സുബ്ഹാനല്ലാഹ് എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ അത് തടയാൻ വേണ്ടി, വിശ്വാസം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഫിത്നയും ഫസാദും പറഞ്ഞു നടക്കുന്നു. എന്തൊരു മുസീബത്താണ്! ഓ സഹോദരന്മാരെ, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ സഹായിക്കുന്നു, നബി തങ്ങളുടെ സഹായം സ്വീകരിക്കുന്നു, തിരിച്ചു പോകുന്നു. അവസാനം 5 നേരത്തെ നിസ്കാരവുമായി മടങ്ങി വരുന്നു. നമ്മുടെ കേരള യാത്രയുടെ സമാപനം